Good evening. Good evening, all. Good evening, Miss. Good evening, Miss. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, all. Okay. Good evening, ma'am. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. മൊഡ്യൂൾ 5 ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു ബിസിനസ്സിലും ഏതൊരു എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലും നമ്മുടെ ഫാമിലിയും അതേപോലെ തന്നെ ആരാണ് സ്കൂളും ഒരു ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. നമ്മുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തില് ഇത്രയാണോ നമ്മള് ഫാമിലിയും അതേപോലെ തന്നെ സ്കൂളിന്റെയും നല്ല രീതിയിലുള്ള സപ്പോർട്ടിലൂടെ മാത്രമേ കുട്ടികൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് മാറാനായിട്ട് പറ്റുള്ളൂ. വൈ ആർ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇമ്പോർട്ടന്റും ഇഷ്യൂസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്തെല്ലാം ഇഷ്യൂസ് ആണ് എടുത്തിരുന്നതെന്നൊക്കെ ഉള്ളത്. ഗുഡ് ഈവനിങ് ജോളി. ഇഷ്യൂസ് പറഞ്ഞിരുന്നോ ലാസ്റ്റ് ക്ലാസ്സിൽ? ആരൊക്കെയായിരുന്നു? പ്രിൻസിപ്പിൾസ് വിച്ച് അണ്ടർപിൻ എഫക്റ്റീവ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് തൊട്ട് എടുക്കണം. ആണോ? ബെനിഫിറ്റ്സും പറഞ്ഞു. എന്താ മാം വിളിച്ചത്? അല്ല, എവിടെ വരെ എടുത്തു എന്ന് അറിയാൻ വേണ്ടി കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സ് കുറച്ചായിട്ട് ക്ലാസ് കേൾക്കാൻ പറ്റാറില്ല മാം. ഓക്കേടാ. സ്കൂളിൽ പോകാൻ തുടങ്ങിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോ. ഓക്കെ. പ്രിൻസിപ്പിൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണോ അല്ലെ? അതെ മാം. വിഷം വരെ എടുത്തു മാം. ഓക്കെ, വിഷം വരെ എടുത്തു. ഓക്കെ, നമ്മൾ ഇനി നോക്കുന്നത് പ്രിൻസിപ്പിൾസ് വിച്ച് അണ്ടർ ചാപ്റ്റർ ഒക്കെ ഒന്ന് പറഞ്ഞിട്ടായിരുന്നല്ലേ? ഞാനിപ്പോ 1.5 മാസം കൊണ്ട് വിട്ട് നിൽക്കുമല്ലേ കല്യാണ സമയത്ത്, അറിയുന്നില്ല. ഓക്കേടാ. മൊഡ്യൂൾ 5 ആണ് PG-യിലെ. മൊഡ്യൂൾ 5-ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 1 ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്, ഇൻട്രൊഡക്ഷൻ ടു ദ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. പേജ് നമ്പർ എനിക്ക് തോന്നുന്നു 127 ആണ് കേട്ടോ. നമ്മള് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിലെ എഫക്റ്റീവ് പ്രിൻസിപ്പിൾസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നന്നായിട്ടുള്ളൊരു പോർഷൻ ആണ് ഇത് PG എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ. അപ്പൊ നിങ്ങളത് കറക്റ്റ് ചെയ്ത് പോകാൻ നോക്കാട്ടോ. പ്രിൻസിപ്പിൾസിന്റെ ഒക്കെ സ്പെല്ലിംഗ് നല്ല മിസ്റ്റേക്ക് ഉണ്ട്, അത് ഒന്ന് കറക്റ്റ് ചെയ്തേക്ക്. ഓക്കെ, ഞാൻ കറക്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി കറക്റ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത്. പ്രിൻസിപ്പിൾ ഓക്കെ. ഓൾ ഫാമിലി ആൻഡ് സ്കൂൾസ് വാണ്ട്സ് ദ ബെസ്റ്റ് ഫോർ ദെയർ ചിൽഡ്രൻ. നമ്മൾ ഫാമിലിയും അതേപോലെ സ്കൂളും ആ കുട്ടിക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് കാര്യം പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓൾ ചിൽഡ്രൻസ് ഹാവ് ദ റൈറ്റ് ടു ദ ഓപ്പർച്യൂണിറ്റി ടു റീച്ച് ദർ ഫുൾ പൊട്ടൻഷ്യൽ. അപ്പൊ ഏതൊരു സ്റ്റുഡൻസിനും ഏതൊരു കുട്ടികൾക്കും അവർക്ക് ആ റൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടണം. അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യാനുള്ള ഫുൾ എന്ത് കൊടുക്കണം, ആ റൈറ്റ്സ് അവർക്ക് അക്യൂർ ചെയ്യണം. ഫാമിലിയാണ് ഏറ്റവും എന്താണ് ഫസ്റ്റ് എഡ്യൂക്കേറ്റർ. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേറ്റർ ഓഫ് ദി ചിൽഡ്രൻ. നമ്മൾ ഫാമിലിയിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. അപ്പൊ ഒരു ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ആരാണ്? ഫാമിലി തന്നെയാണ്. ഫാമിലീസ് ആർ ദ ഫസ്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേറ്റർ ഓഫ് ദർ ചിൽഡ്രൻ. ആ കുട്ടിയുടെ വളർച്ചയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും എഡ്യൂക്കേറ്റ് ചെയ്യാനും ഏറ്റവും കൂടുതൽ പറ്റുന്നത് ആർക്കാണ്? നമ്മുടെ ഫാമിലിക്കാണ്. എഫക്റ്റീവ് സ്കൂൾ പ്രൊവൈഡ് നർച്ചറിങ് ആൻഡ് സപ്പോർട്ട് ലേണിംഗ് എൻവയോൺമെന്റ്. എഫക്റ്റീവ് സ്കൂൾ ആണെങ്കിൽ നല്ല ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, സപ്പോർട്ടിംഗ് ലേണിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഫാമിലീസ് ആൻഡ് സ്കൂൾ വാല്യൂ ക്വാളിറ്റി ടീച്ചിങ്. ഫാമിലി സ്കൂളും എന്താ വാല്യൂ ചെയ്യുന്നത്? നല്ല ക്വാളിറ്റി ടീച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് നല്ല ക്വാളിറ്റി ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യണം. റെസ്പെക്ട് ദ ടീച്ചേഴ്സ് പ്രൊഫഷണൽസ് എക്സ്പെർട്ടൈസ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആ ടീച്ചേഴ്സിനെയും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിലും എന്താണ് ടീച്ചിങ്ങിന്റെ വാല്യൂ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ക്വാളിറ്റി അവർ നമുക്ക് തരുന്ന സർവീസിന് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഫാമിലീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ആ ഒരു ഇതിന് അവരെ നമ്മൾ വിശ്വസിച്ച് കുട്ടികളെ നമ്മുടെ അടുത്തേക്ക് വിട്ടിരിക്കണം. അപ്പൊ നമ്മൾ അവർക്ക് നല്ല ക്വാളിറ്റി ടീച്ചിങ് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റുഡൻസിന്റെയും ഫാമിലിയുടെയും ഭാഗത്ത് നിന്ന് ടീച്ചേഴ്സിന് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? റെസ്പെക്റ്റും ചെയ്യണം. ഫാമിലി ആൻഡ് സ്കൂൾ വാല്യൂ ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ ഫാമിലീസ്. ഇപ്പൊ ഫാമിലി സ്കൂൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നമ്മുടെ ഫാമിലി ഡൈവേഴ്സിറ്റീസിനും യൂസ് ദിസ് ആസ് ദ സോഴ്സ് ഫോർ ബിൽഡിംഗ് പാർട്ണർഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. നമ്മള് ടീച്ചേഴ്സ് നല്ല രീതിയിൽ വേണം നമ്മുടെ കുട്ടികളുടെ ഫാമിലി മെമ്പേഴ്സിനോട് എന്ത് ചെയ്യാനായിട്ട്, ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഫാമിലി മെമ്പേഴ്സിനോട് നല്ലൊരു പാർട്ണർഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മുടെ ഉത്തരവാദിത്തമാണ്.
Then family and school partnership are based on mutual responsibility. ഇവിടെ ഒരാൾക്ക് മാത്രമാണ് റെസ്പോൺസിബിലിറ്റി. മുമ്പ് പാരന്റ്സിന്റെ വിചാരം എന്താണ്? മുമ്പത്തെ പാരന്റ്സ് തിങ്ക് ചെയ്തിരുന്നത് സ്കൂളിനാണ് റെസ്പോൺസിബിലിറ്റി, കുട്ടിയുടെ ഫുൾ എഡ്യൂക്കേഷന് ആരാണ് റെസ്പോൺസിബിൾ? സ്കൂളാണ്. അങ്ങനെയല്ല. ആരാണ് ഇപ്പൊ ശരിക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ആർക്കുള്ളത്? ഫാമിലിക്കും സ്കൂളിനും. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഫാമിലിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, റെസ്പെക്ട് ആൻഡ് ട്രസ്റ്റ്. നമുക്ക് ഉത്തരവാദിത്തം ഉള്ളതുപോലെ തന്നെ നമുക്ക് റെസ്പെക്ട് ഉണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്, നമ്മൾ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോ ടീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഒരു എന്താ പറയാ വർക്ക് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ ഫാമിലി മെമ്പേഴ്സിന് നല്ല റെസ്പെക്റ്റോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ടീച്ചേഴ്സിനെയും അവർ തിരിച്ച് എങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം? നല്ല റെസ്പെക്റ്റോട് കൂടി. അങ്ങനെ ചിന്തിക്കുന്ന ഫാമിലീസ് ഉണ്ട്. ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ മാത്രമാണ് ചിന്തിക്കുന്ന ഫാമിലീസ് ഉണ്ട്. എനിക്ക് എന്താ പറയാ എനിക്ക് സ്വയം എക്സ്പീരിയൻസ് ഉണ്ട്. എന്നുവെച്ചാല് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് കുട്ടി പഠിക്കാത്തെന്നുള്ള ചിന്തിക്കുന്ന കുറെ ഫാമിലീസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഫാമിലിയുടെയും സ്കൂളിന്റെയും തുല്യ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടുപേരും നല്ല രീതിയിൽ നല്ല റെസ്പോൺസിബിലിറ്റിയോട് കൂടിയും റെസ്പെക്റ്റോട് കൂടിയും ട്രസ്റ്റോട് കൂടിയും വേണം രണ്ട് പാർട്ട്നേഴ്സിന് ഈക്വൽ പാർട്ട്നേഴ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫാമിലിനെയും സ്കൂളിനെയും എന്താണ്? ഈക്വൽ പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. കാരണം ഇവർ രണ്ടുപേരും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യണം. Leadership is crucial to build and maintain and reviewing partnership. സ്പെല്ലിംഗ് മിസ്റ്റേക്കും സ്പേസ് ഇടാത്തതും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആൻഡ് റിവ്യൂന്ന് ആക്കിക്കോ. ലീഡർഷിപ്പ് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. കാരണം ഈ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാനും അത് റിവ്യൂ ചെയ്യാനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അത് ആർക്ക് വേണം? നമ്മുടെ ടീച്ചേഴ്സിന് വേണം. നമ്മൾ അവർ ലീഡർഷിപ്പ് എടുത്ത് അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാര്യങ്ങൾ, കുട്ടികളുടെ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവരോട് ഡേ ടു ഡേ നമ്മൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ്. ഡേ ടു ഡേ അല്ലെങ്കിൽ മന്ത്ലി എങ്കിലും നമ്മൾ കുട്ടിയുടെ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടീച്ചേഴ്സിനോട് പറയാം. ടീച്ചേഴ്സ് ആരോട് പറയാം? പാരന്റ്സിനോട് പറയാം. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇംപ്രൂവ് ദ സ്റ്റുഡൻസ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ്. നല്ലൊരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ മോട്ടിവേഷൻ കൂടുകയും അതേപോലെ അവർക്ക് ലേണിംഗ് പവർ കൂടുകയും ചെയ്യും. കാരണം നമ്മളും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ വീട്ടിൽ നിന്നും ആര് കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കുന്നുണ്ട്. ഫാമിലിയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റ് ആവുകയും ചെയ്യും. അവർ കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യുകയും ചെയ്യും. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് സ്ട്രെങ്തൻ ദ connection. Okay, connection between the school and their community. അപ്പൊ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നമ്മള് സ്കൂളും മറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. കമ്മ്യൂണിറ്റി അതേപോലെ എന്താ പറയാ കമ്മ്യൂണിറ്റീസ് അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യും. കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നല്ല കുട്ടികളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ട കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യും. പാർട്ണർഷിപ്പ് ക്യാൻ ഇൻവോൾവ് ഓൾ ദ ഓർഗനൈസേഷൻ ദാറ്റ് സപ്പോർട്ട് ഫാമിലീസ് ആൻഡ് സ്കൂൾ. അപ്പൊ എല്ലാ ഓർഗനൈസേഷനും നമ്മൾ എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം? പാർട്ണർഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് PTA ഉണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ ചോദിക്കും ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് തന്നെയല്ലേ മിസ്സേ ഈ PTA, പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ? അതിനേക്കാളും കുറച്ചും കൂടി ഒരു എന്താണ് നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന് അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഹൈ ലെവൽ ഉണ്ട്. കാരണം കുറച്ചും കൂടി 128 ആടാ. അപ്പൊ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ PTA ആണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചിട്ട് ഒരു PTA മീറ്റിംഗ് ആണെങ്കിലും ടീച്ചേഴ്സിനെ കുറിച്ച് പാരന്റ്സ് കുറ്റം പറയുന്നു, അത് HM കേൾക്കുന്നു, അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈക്വൽ പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നിങ്ങൾ നല്ല രീതിയിൽ റീഡ് ചെയ്യണം. ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അടുത്ത ചാപ്റ്ററിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയാം ഈ പ്രിൻസിപ്പിൾസ് എവിടെ വരുന്നേന്നുള്ളത്. 1 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്തേ. ഈ പ്രിൻസിപ്പിൾസ് ഒന്ന് റീഡ് ചെയ്തേ. 11 എണ്ണം ഉണ്ട് കേട്ടോ.
ഓക്കെ കേട്ടോ. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫോളോയിങ് ഫാക്ടേഴ്സ് ഗൈഡ് ദ ഫാമിലി കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഏതെല്ലാം ഫാമിലി സ്കൂൾ കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ഉണ്ട്, ദെൻ ഫാമിലി ഫോക്കസ്ഡ് അപ്രോച്ച് ഉണ്ട്, കോപ്പറേഷൻ ആൻഡ് പാർട്ണർഷിപ്പ്, ദെൻ കമ്മ്യൂണിറ്റി സെന്റേർഡ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അപ്രോച്ച് ഉണ്ട്, ഇക്വിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി, ക്വാളിറ്റി ആൻഡ് എക്സലൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ എഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആണ്. നമുക്കറിയാം ഏതൊരു സ്കൂളിനെ സംബന്ധിച്ച് ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന യങ് പീപ്പിൾസ് ആണ് അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഹാർട്ട് ഓഫ് ദ സ്കൂൾ. അപ്പോൾ ചിൽഡ്രൻസ് ആൻഡ് ദ യങ് പീപ്പിൾസ് ആർ ദ ഹാർട്ട് ഓഫ് ദ സ്കൂൾ. The best interest, well-being, education are focused all the program and service and all partnership. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രോഗ്രാംസും സർവീസും ഈ പാർട്ണർഷിപ്പ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ കുട്ടികൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. നമുക്ക് കുട്ടികൾക്ക് നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ട്, ഫാമിലിയും സ്കൂളും തമ്മിൽ നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എന്ത് കൊടുക്കാൻ പറ്റും, എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വിത്ത് രണ്ട് പേരുടെയും എന്താണ് ഫുൾ സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഫാമിലി ഫോക്കസ്ഡ് പാരന്റ്സ്. ഓക്കെ parents and caregivers have the right and responsibility to the partners in their children's education. ശരിക്കും പാർട്ട്നേഴ്സ് ആരാണ്? പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കെയർ ഗിവർ ആയിരിക്കും. ആരാണോ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കാണ് ഈ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ആ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ്? സ്കൂളിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആർക്കുണ്ട്? നമ്മളുടെ പാരന്റ്സിനും കെയർ ഗിവേഴ്സിനും ഉണ്ട്. They are advocates for their children and have the valuable information about their children learning style and needs. അപ്പൊ നമ്മളാണ് കുട്ടികളുടെ പാരന്റ്സും അതേപോലെ തന്നെ കെയർ ഗിവേഴ്സ് ആണ് കുട്ടികളെ സംബന്ധിച്ച് അവർ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വക്താവ്. ആൻഡ് ഹാവ് ദ വാല്യുബിൾ ഇൻഫർമേഷൻ, കുട്ടീനെ കുറിച്ചിട്ട് ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ച് അവരുടെ നീഡ്സിനെ കുറിച്ചിട്ടൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ടീച്ചറിനോട് ഷെയർ ചെയ്യുന്നതാണ് ഫാമിലിയാണ്. It is recognized that family is the primary provider in meeting the children's need. നമുക്കറിയാലോ കുട്ടികളുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ആരാണ്? ഫാമിലിയാണ്. ആൻഡ് ദാറ്റ് ഈസ് മസ്റ്റ് ബി ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാമിലി, അതേപോലെ തന്നെ പാരന്റ്സ് ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആയിരിക്കണം. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആരായിരിക്കണം? ഫാമിലി ആയിരിക്കണം. നമ്മളുടെ മാത്രം അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി എന്ന് വിചാരിക്കരുത്. അവിടെ ഫാമിലിയുടെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ എങ്ങനെയാണോ നമ്മൾ ടീച്ചേഴ്സ് സ്കൂളും റെസ്പോൺസിബിൾ ആണോ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി ആർക്കും ഉണ്ട്, പാരന്റ്സിനും ഉണ്ട്. അത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ തന്നെ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ആ ഒരു നമുക്ക് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാനായിട്ട് വരുന്നത്. കോപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ്. Educators, students, family, community members, human resource agents, human service agency work together as the partners to support teaching and learning and to provide responsive and comprehensive range of support that meet the development and learning needs of the students. നമ്മുടെ കുട്ടിയുടെ ഡെവലപ്മെന്റും ആൻഡ് ലേണിംഗ് നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എല്ലാം നല്ല രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യണം. ആരൊക്കെയാണ്? എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അവരുടെ ഫാമിലി, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഏജൻസിക്കും ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാണ്, ആൽക്കഹോളിനെതിരെ നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് കുട്ടീനോട് പറയാണ്, നാളെ മുതൽ നീ വലുതായി കഴിയുമ്പോൾ ആൽക്കഹോൾ കഴിക്കരുത്, അല്ലെങ്കിൽ വണ്ടി സ്പീഡിൽ ഓടിക്കരുത്. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മളോട് ദേഷ്യം തോന്നും, ടീച്ചേഴ്സിനോടും ദേഷ്യം തോന്നും. സോ നമുക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്നിട്ട് അവരെ നമ്മുടെ കുട്ടികളെ എവിടേക്കും റീഹാബിറ്റേഷൻ സെന്റേഴ്സിലും അതേപോലെ തന്നെ നമുക്കറിയാലോ ഈ ക്യാൻസർ പോലെയുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആരാണ്? പേഷ്യൻസിനെ പാർപ്പിക്കുന്ന സ്ഥലത്തിനെയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു ടൂർ പോലെ കൊണ്ടുപോകാം. വിനോദങ്ങളോ കാര്യങ്ങളോ മാത്രമല്ല, ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ ഒന്ന് എന്ത് ചെയ്യാം,
നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. ഓൾഡ് ഏജ് ഹോമുകൾ നമുക്ക് വിസിറ്റ് ചെയ്യാം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ഓൾഡ് ഏജ് സമയത്താണ് പാരന്റ്സിനായാലും ഏറ്റവും കൂടുതൽ നമ്മളെ വേണ്ടത്. നീഡഡ് ആയിട്ടുള്ള ടൈം ഏത് ടൈമാണ്? ഓൾഡ് ഏജ് ടൈമാണ്. ഇതൊക്കെ കുട്ടികൾ ചെറുപ്പം മുതലേ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, ഓൾഡ് ഏജ് ഹോംസ്, ഇവിടെയൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകാൻ വിസിറ്റ് ചെയ്യിക്കാം. അതേപോലെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ആൽക്കഹോൾ അഡിക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്താൽ ആഫ്റ്റർ എഫക്ട് എന്താണ്? ക്യാൻസർ പോലത്തെ ഡെഡ്ലി ഡിസീസ് ആയിരിക്കും. സോ ഈ ഡെഡ്ലി ഡിസീസ് വന്നവരുടെ നേരിട്ടുള്ള എക്സ്പീരിയൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞുമക്കള് ഒരു കാരണവശാലും വഴിതെറ്റി പോകില്ല. കാരണം അവർക്ക് മനസ്സിലായി, അവർക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയി. ലൈഫിൽ തന്നെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അവർക്ക് കിട്ടി. ഇന്നൊരു കാര്യം കൊണ്ടാണ് അവർക്ക് എന്ത് പറ്റിയത്, ഈ ഒരു അസുഖം വന്നത് എന്ന് അവർക്ക് മനസ്സിലാവാണ്. അവരൊരിക്കലും അത് മറക്കില്ല. അവരത് ആ ഒരു എന്താ പറയാ അഡിക്ഷനിലേക്ക് പോവുകയുമില്ല. ഓക്കെ, അപ്പൊ കോപ്പറേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് വേണം. ഈ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് തമ്മിൽ നല്ല രീതിയിൽ കോപ്പറേഷനും നല്ല രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യണം. ദെൻ കമ്മ്യൂണിറ്റി ആണ് കേട്ടോ. സ്കൂൾ ആർ ഓപ്പൺ ആൻഡ് വെൽക്കം സെന്റർ ഓഫ് ദി കമ്മ്യൂണിറ്റി. നമുക്കറിയാം സ്കൂൾ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഓപ്പൺ സെന്റേഴ്സ് ആണ്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ളവരൊക്കെ ഇപ്പൊ ഒരു ആനുവൽ ഡേ ആണെന്ന് വിചാരിക്കും. പണ്ടാണ് ചെറുപ്പത്തിൽ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ, നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ആനുവൽ ഡേ ഞങ്ങളുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്നുള്ളവരൊക്കെ വരും. ഞാൻ സ്കൂളിന് ചുറ്റുമുള്ളവരൊക്കെ വരും. നൈറ്റ് ആയിരുന്നു അന്ന് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ളവരൊക്കെ വരും. നല്ലൊരു പാർട്ടിസിപ്പേഷൻ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എല്ലാവരെയും വരും. നല്ലൊരു എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. എല്ലാവരെയും വെൽക്കം ആണ്. കുട്ടികളുടെ പരിപാടിയും കാണാനൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ആനുവൽ ഡേ ലിമിറ്റഡ് ആണ്. എല്ലാ സ്കൂളിലെയും കാര്യമല്ല, ചില സ്കൂളിൽ പോലും അവിടെ കുട്ടികളെ മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ. യൂണിഫോമും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരണം, യൂണിഫോം ഒക്കെ വിയർ ചെയ്യണം. അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ വന്നപ്പോൾ ഈ കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് കുറഞ്ഞു. ശരിക്കും ഒരു സ്കൂൾ ആകുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിനെ വെൽക്കം ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ പ്ലേസ് ആയിരിക്കണം. സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റീസ് ആർ key contributors to the well-being and education of the students. അപ്പൊ ഈ കമ്മ്യൂണിറ്റീസുകൾ ഒരു സ്ട്രോങ് സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താ, ഒരു സൊസൈറ്റി, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടെങ്കിൽ കുട്ടികൾ ഒരു വെൽ കോൺട്രിബ്യൂട്ടർ ആണ്. ഈ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് കുട്ടിയുടെ വെൽ ബീയിങ്, ആ കുട്ടിയുടെ പെരുമാറ്റങ്ങൾ, എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ലൊരു സൊസൈറ്റി നമ്മുടെ കുട്ടികൾക്ക് വേണം. നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ വളരുന്നത് നല്ലൊരു സ്റ്റേബിൾ സ്ട്രോങ് ആയിട്ടുള്ള സൊസൈറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കുട്ടികൾ നമുക്ക് എന്താണ് സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പോലും പേടിയാണ്. അത്രയും അൺസേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. നല്ലൊരു കമ്മ്യൂണിറ്റി നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. By working closely with the family and community members, school and educator foster and strengthen the commitment to the sense of community in their neighborhood. അപ്പൊ ഇവരുടെ കമ്മ്യൂണിറ്റി ആ ഒരു കമ്മിറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും. പണ്ട് നമ്മളുടെ ചെറുപ്പത്തില് എങ്ങാനും നമ്മൾ കുറച്ചു നേരം വൈകി കഴിഞ്ഞെങ്കിൽ, വീട്ടിൽ ചെല്ലാനായിട്ട് വൈകി കഴിഞ്ഞെങ്കിൽ നമ്മൾ അവിടെ എത്തുന്നേക്കാളും മുമ്പ് അമ്മയ്ക്ക് ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ടാവും. നമ്മൾ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫർമേഷൻസ് എന്റെ അമ്മയ്ക്കൊക്കെ കിട്ടുന്നത്. ഞാൻ അവിടെ കടയിൽ കയറിയിട്ടുണ്ടെന്ന് ഞാൻ വീട്ടിൽ എത്തുന്നേക്കാളും മുമ്പ് ഇൻഫർമേഷൻ എത്തുമായിരുന്നു. അതെങ്ങനെയാ? ഈ നൈബേഴ്സ്, അന്നത്തെ കുറച്ചും കൂടി നമ്മള് ആൾക്കാർ കുറവല്ലേ, അപ്പൊ എല്ലാവരെയും അറിയാം. നമ്മള് എന്താണ് നൈബർഹുഡ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, സൊസൈറ്റിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു കുട്ടി എവിടെയെങ്കിലും നിൽക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ചോദിക്കും, എന്താണ് മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓൾഡ് CCTV, ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ചിലപ്പോൾ വഴി തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെ പണ്ട് കുറച്ചും ക്ലോസ്ലി ആയിരുന്നു റിലേഷൻഷിപ്പ്. ഇന്ന് അങ്ങനെയാണോ? നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ പോലും സ്കൂളുകളും കുറവായിരുന്നു. ഇന്നിപ്പോ നമ്മൾ അങ്ങനെ വഴി കൂടെ പോകുന്ന ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നിൽക്കോ? ഇല്ല, ആർക്കും ടൈമില്ല. ഇല്ലാത്തതായിട്ട് എന്താണ്, ടൈം മാത്രമാണുള്ളത്. അപ്പൊ ടൈം ഒരു കാര്യം ചോദിക്കാനോ ഒരാളുടെയും കാര്യം അന്വേഷിക്കാനോ നമുക്ക് എന്തില്ല, ടൈമില്ല. ഇക്വിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി. നമുക്കറിയാം ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടിയല്ല, കുട്ടിയുടെ അമ്മ എന്ന് പറയാം, പാരന്റ് വന്നിരിക്കാൻ എൻ്റെ അടുത്ത്. PTA എന്ന് വെച്ചാല് ഓപ്പൺ ഹൗസ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ കുട്ടിയുടെ പാരന്റ് എന്നോട് ചോദിക്കുകയാണ്, ടീച്ചറെ എന്റെ മോൻ പഠിക്കുന്നതും ഈ ക്ലാസ്സിൽ ആ കൊച്ചിന്റെ പേര് പറഞ്ഞു.
ആ കൊച്ചു ഫസ്റ്റ് ആണ്, ആ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. അപ്പോ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്, അവന് നല്ല പെരുമാറ്റവും ഉണ്ട്. അപ്പോ അവനും പഠിക്കുന്നത് ഓരോ സ്കൂളിലാണ്, ഓരോ ക്ലാസ്സിലാണ്, ടീച്ചർ തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും അവർ ഒരുമിച്ച് ഒരു ട്യൂഷൻ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് എന്താണ് മിസ്സേ, എന്റെ മോന് മാത്രം മാർക്ക് കുറവ്. അപ്പൊ ഞാൻ എന്ത് പറയണമെന്നായിപ്പോയി. നമ്മള് എന്ത് പറയണം, ആ അമ്മനോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാല്, രണ്ടു പേരും എൻ്റർലി ഡിഫറെന്റ് ആണ്. രണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറെന്റ്, ക്യാരക്ടർ വൈസും പഠിക്കുന്ന കാര്യമാണെങ്കിൽ മറ്റേ ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു ഫസ്റ്റ് വന്ന കുട്ടിക്കാണെങ്കിൽ അവര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യും. അത് ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. എനിക്കും കപ്പാസിറ്റീസും കാര്യങ്ങളൊക്കെ ഓരോ കുട്ടിക്കും എൻ്റർലി ഡിഫറെന്റ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അത് റെസ്പെക്ട് ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ചിലപ്പോൾ പഠിക്കാൻ കഴിവ് ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അവന് മറ്റെന്തെങ്കിലും കാര്യത്തിലായിരിക്കും നല്ല കഴിവ് ഉണ്ടാവണ്ടേ, വരയ്ക്കാനായിരിക്കും കഴിവ്. അപ്പൊ ഓരോ കുട്ടികൾക്കും എന്താണ് ഓരോ കഴിവുകളാണ്. എല്ലാവരും പഠിച്ച് വലിയ ഡോക്ടറും എഞ്ചിനീയറും മാത്രമായാൽ മതിയോ? അല്ലല്ലോ, ഓരോ കഴിവും ഓരോ മേഖലയിലേക്കും ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ വേണ്ടേ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ അമ്മ എന്താ പറയാ, അമ്മമാര് ഭയങ്കര പൊസസീവാ കുട്ടിയുടെ കാര്യത്തില്. അപ്പോ ഓരോ കുട്ടികളും എന്താണ് ഇക്വിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി. ഈച്ച് ചൈൽഡ് യങ് പേഴ്സൺ ആൻഡ് അഡൾട്ട് ഹാസ് അൺകിൻ പൊട്ടൻഷ്യൽ ആൻഡ് കേപ്പബിലിറ്റീസ്. അപ്പോ ഏതൊരു കുട്ടികൾക്കും എന്താണ് അൺകിൻ പൊട്ടൻഷ്യലും കേപ്പബിലിറ്റീസ് ആണ്. ദർ ഇസ് എ റെസ്പെക്ട് ഫോർ ദ കൾച്ചർ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഓൾ ഇൻവോൾവ്. നമ്മള് എല്ലാവരുടെയും കൾച്ചറിനെയും എല്ലാവരുടെയും എന്താണ് എക്സ്പീരിയൻസിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അവരുടെ എല്ലാവരുടെയും കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. അവരുടെ കൾച്ചറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കൾച്ചറിനെ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാനൊന്നും പാടില്ല. നമ്മൾ റെസ്പെക്ട് ചെയ്യാം. അതേപോലെ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെയും കൾച്ചറും അതേപോലെ തന്നെ എന്താ പറയാ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. All students have the opportunity to develop the skill, knowledge and attitude necessary to the society. എല്ലാ കുട്ടികളും ഒരു ഓപ്പർച്യൂണിറ്റി, എല്ലാ കുട്ടികൾക്കും എന്ത് കിട്ടണം, ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. അവരുടെ സ്കില്ല്, നോളജ്, ആറ്റിറ്റ്യൂഡ്സ്, പെരുമാറാനുള്ള ഒരു രീതി, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട നല്ല നല്ല കുട്ടികളായിട്ട് തന്നെ ആര് മാറണം, നമ്മുടെ കുട്ടികൾ മാറണം. The principle goes beyond the equity of opportunity, where everyone is treated in the same. എല്ലാ കുട്ടികളെയും ഒരേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. To fostering a barrier free environment. എന്നാൽ മാത്രമേ ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്ത നല്ലൊരു എൻവയോൺമെന്റ് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. Where the students benefit equally. എന്നാൽ മാത്രമാണ് നമുക്ക് കുട്ടികൾക്ക് നല്ല ഈക്വൽ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. Equality and excellence. Equality is enhanced and excellence became an achievable goal as present and community partnership strengthen the learning program and opportunities for the student success. ഒരു കുട്ടിയുടെ എക്സലൻസും ക്വാളിറ്റിയും നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് വേണ്ട നല്ല ലേണിംഗ് പ്രോഗ്രാംസും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നല്ലൊരു പാരന്റ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഇക്വാലിറ്റി ആൻഡ് എക്സലൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്യൂർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ റീഡ് ചെയ്യോ. The following factors guide the family community partnership in education. ഒന്ന് റീഡ് ചെയ്തേ. ചൈൽഡ് സെന്റേർഡ്, ഫാമിലി ഫോക്കസ്ഡ്, കോപ്പറേഷൻ, പാർട്ട്ണർഷിപ്പ്. ഒന്ന് റീഡ് ചെയ്യട്ടോ.
എല്ലാവരും റീഡ് ചെയ്തോ? പ്രസീത, ജോളി, രേഷ്മ എല്ലാവരും റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഇനി എന്തെല്ലാമാണ് നമ്മുടെ ഗോൾ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഫാമിലി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന്റെ ഗോൾ എന്താണ്? എഡ്യൂക്കേഷൻ എന്നാണ് കേട്ടോ വന്നിരിക്കുന്നത്. ദ ഗോൾ ഓഫ് ഫാമിലി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഇൻ എഡ്യൂക്കേഷൻ ഇൻവോൾവ്. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ബീജിലെ? അതിൽ ഇതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ട് മാം. ഓക്കെ, ഞാൻ വിചാരിച്ചു എന്റെ PDF-ന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിച്ചേട്ടോ. സോറി. അപ്പം അതൊന്ന് എഡിറ്റ് ചെയ്തേക്കട്ടോ കുട്ടികളെ. അപ്പൊ വരുന്ന മിസ്റ്റേക്കുകൾ അപ്പൊ തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്തോ. ഇനി ഞാൻ കാണാത്ത മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്തേക്കുക. ദ ഗോൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എൻഹാൻസ് സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് സക്സസ്. കുട്ടികളുടെ ലേണിംഗ് ആൻഡ് സക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓൾ സ്റ്റുഡൻസ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് സപ്പോർട്ട് they require to achieve their full potential for the success. നമ്മൾ കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ടും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യാം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് അവരുടെ ആ ഒരു സക്സസിന്റെ എന്താ പറയാ ആ സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സ്ട്രെങ്തൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമ്മുടെ അക്കാഡമിക് പ്രോഗ്രാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ പാർട്ട്ണർഷിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലേണിംഗ് പ്രോഗ്രാംസ് ആർ അക്കാഡമിക്കലി ചലഞ്ചിങ്. നമുക്കറിയാം ലേണിംഗ് പ്രോഗ്രാം അക്കാഡമിക്കലി ചലഞ്ചിങ് ആയിരിക്കും. റെലവെന്റ് ആൻഡ് കൾച്ചറലി അഫ്രൈമിങ് എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ഈ ഫാമിലി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും കൂടി പാർട്ട്ണർഷിപ്പ് വേണം. ഫാമിലി മെമ്പേഴ്സിന്റെയും കൂടി പാർട്ട്ണർഷിപ്പ് വേണം. അവരും കൂടി സപ്പോർട്ട് ചെയ്താലേ നമുക്ക് നല്ല രീതിയിൽ ഈ അക്കാഡമിക് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഒരു കുട്ടി പഠിച്ചു വരാന്നുള്ളത്. ആ റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? സ്കൂൾ സ്റ്റാഫ്, പാരന്റ്സ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസ് ഫോർ സ്റ്റുഡൻസ് സക്സസ് ആൻഡ് വെൽബീയിങ്. ഒരു കുട്ടിയുടെ സക്സസും ആ കുട്ടിയുടെ വെൽബീയിങ്ങിനും ഏറ്റവും ഇൻഫ്ലുവൻസിങ് ആരൊക്കെയാണ്? സ്കൂൾ സ്റ്റാഫ്, ടീച്ചേഴ്സ് ഉണ്ട്, പാരന്റ്സ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, സ്റ്റുഡൻസ്. ഇവരെല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ഇവരെല്ലാവരും ഈ റെസ്പോൺസിബിലിറ്റി ഈക്വലി ഷെയർ ചെയ്യണം. ദിസ് റെസ്പോൺസിബിലിറ്റി ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ആക്റ്റീവ് പാർട്ട്ണർഷിപ്പ് വിത്ത് പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പൊ നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി എങ്ങനെ മാത്രമേ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ പാർട്ട്നേഴ്സിന്റെയും കമ്മ്യൂണിറ്റിയുടെയും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിലൂടെ മാത്രമേ നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ബൈ എ ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇഷ്യൂസ് ആൻഡ് സ്കൂൾ അഫേഴ്സ്. നമ്മുടെ എഡ്യൂക്കേഷണൽ ഇഷ്യൂസ് എന്തെല്ലാമാണ്, സ്കൂൾ അഫേഴ്സ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ നമ്മൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Strengthen the participation of Aboriginal peoples. Aboriginal peoples have ample opportunity to take an active role in their children's education through variety of partnership and shared management arrangements. Aboriginal peoples ആരാണ്? നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. പാരന്റ്സ് നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മൾ ആക്റ്റീവ് റോള് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ചിൽഡ്രൻസിന്റെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ആക്റ്റീവ് റോൾ തന്നെ അവർക്ക് കൊടുക്കുക. എന്നാൽ മാത്രമാണ് എന്ന് വെച്ചാൽ അവർ പാർട്ട്ണർഷിപ്പ് അവരുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ മാത്രമല്ല മാനേജ്മെന്റ് അറേഞ്ച്മെന്റ്സിലും കൂടി അവരെയും കൂടെ എന്ത് ചെയ്യുക? പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കുട്ടികളുടെ റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഡിസിഷൻ റിലേറ്റിംഗ് ടു ചിൽഡ്രൻ ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് എന്താണ് അവരുടെ ഒരു അഭിപ്രായം, അവരുടെ ഒപ്പീനിയൻ, നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ എന്താ പറയാ ഫാമിലീസിന്റെ ഒപ്പീനിയനും കൂടി അവർ ആ ഒരു ഒപ്പീനിയനും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ. ഒരു നല്ല ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ പബ്ലിക് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കൂളിന്റെ ഗുഡ് വിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കാരണം നമ്മൾ എന്താണ്, എന്ത് സർവീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്ത് പ്രോഗ്രാം ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരും കൂടി അവെയർ ആയിരിക്കും. നമ്മുടെ പാരന്റ്സും കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ അവർക്ക് അറിയാൻ പറ്റും. Through greater understanding and appreciation of educational issue achievements, families and community have increased confidence in satisfaction with school operations and programs. അപ്പോൾ നല്ല രീതിയിൽ സ്കൂൾ ഇഷ്യൂസും എഡ്യൂക്കേഷൻ ഇഷ്യൂസും അച്ചീവ്മെന്റ്സ് ഒക്കെ അവർ മനസ്സിലാക്കുകയാണെങ്കിൽ ഫാമിലീസിനും കമ്മ്യൂണിറ്റീസിനും നല്ല കോൺഫിഡൻസും നല്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും. അവർ സ്കൂൾ ഓപ്പറേഷൻസും പ്രോഗ്രാംസ് ഒക്കെ
തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസും നല്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും. ഫാമിലീസ് എങ്ങനെയായിരിക്കും, അവര് ആ ടീച്ചേഴ്സും അല്ലെങ്കിൽ സ്കൂളും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ടീച്ചേഴ്സിനും ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്ത വർക്ക് നല്ല രീതിയിൽ അത് എഫക്റ്റീവ് ആയി എന്നുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആരുടെ ഭാഗത്തുനിന്നുണ്ടാവും? ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. റീഡ് ചെയ്യോ? ഗോൾസ് ഒന്ന് റീഡ് ചെയ്യോ? ടീച്ചറെ അബോറിജിനൽ പറഞ്ഞ എന്താ? അബോറിജിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാരന്റ്സിനെ തന്നെ അവർ പറയുന്നത് വേറെ വേടാടാ. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണ്ട കേട്ടോ അബോറിജിനലിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. നല്ല രസമായിരിക്കും. അബോറിജിനൽ ഇവർ ഉദ്ദേശിക്കുന്നത് പാരന്റ്സിനെ തന്നെയാണ് കേട്ടോ. നമ്മളുടെ ഈ ഒരു ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത് പാരന്റ്സിനെ തന്നെയാണ്. ഓക്കേടാ. ദെൻ സപ്പോർട്ട് സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കുന്നത്. എന്തെല്ലാമാണ് സപ്പോർട്ട് സ്ട്രക്ചർ? In order to create the condition that enable effective family-school partnership to be developed and sustained, നമ്മൾ നല്ല രീതിയിലൊരു എന്താണ് ഒരു എഫക്റ്റീവ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോയിങ് സപ്പോർട്ട് സ്ട്രക്ചർ നീഡ് ടു ബി പ്ലേസ്ഡ് അറ്റ് ബോത്ത് സിസ്റ്റമാറ്റിക് ആൻഡ് സ്കൂൾ ലെവൽ. സ്കൂൾ ലെവലിലും സിസ്റ്റമാറ്റിക് ലെവലിലും ഈ പറയുന്ന സ്ട്രക്ചേഴ്സ് പ്ലേസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം വേണം. ടു പ്ലാൻ, ഓർഗനൈസ്, ഇംപ്ലിമെന്റ്, ഇവാലുവേറ്റ് പാർട്ണർഷിപ്പ്. ആ പാർട്ണർഷിപ്പ് പ്ലാൻ ചെയ്യാൻ, ഒരു പാർട്ണർഷിപ്പ് കൊണ്ടുവരണം എന്നുള്ള പ്ലാനുകൾ, ആ ഒരു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനായിട്ട്, ആ ഒരു പാർട്ണർഷിപ്പിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം വേണം. School policies and procedure which explicitly state clearly integrate the principles and practice of effective partnership. സ്കൂളിലെ പോളിസീസും പ്രൊസീജിയേഴ്സും എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് പാർട്ണർഷിപ്പിന് ഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കണം. ഫാമിലി പാർട്ണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം സ്കൂളിന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യാനായിട്ട്. സപ്പോർട്ട് നെറ്റ്വർക്ക് വേണം. ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് വേണം. ടു എനേബിൾ സ്കൂൾ കമ്മ്യൂണിറ്റി
ടു ഷെയർ ദ ഇഷ്യൂസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പൊ ഈ സ്കൂൾ കമ്മ്യൂണിറ്റീസ് വേണം, അവരാണ് ഐഡിയാസും അതേപോലെ തന്നെ ബെസ്റ്റ് ഇഷ്യൂസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതൊക്കെ അവർ പറയുന്നത്. ഇനി അക്കൗണ്ടബിലിറ്റി ടു ദ കമ്മ്യൂണിറ്റി ടു റിപ്പോർട്ട് ഓൺ സക്സസ് ആൻഡ് ഡിറൈവ് ദ ഇംപ്രൂവ്മെന്റ് ഇൻ പാർട്ണർഷിപ്പ്. ഇനി സക്സസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ ഇംപ്രൂവ്മെന്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അക്കൗണ്ടബിലിറ്റി ടു ദ കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിനോട് നമുക്കൊരു എന്തുണ്ട്, ഉത്തരവാദിത്വം ഉണ്ട്, നമ്മൾ അക്കൗണ്ടബിൾ ആണ്, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ സക്സസും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡീവിയേഷൻസോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സ്കൂൾ കമ്മ്യൂണിറ്റീസ് ആർ എൻകറേജ്ഡ് ടു റിവ്യൂ ദെയർ current support structure, policy, procedure and develop new one where necessary. സ്കൂൾ കമ്മ്യൂണിറ്റീസ് അവരുടെ കറന്റ് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് റിവ്യൂ ചെയ്യണം, അവരുടെ പോളിസീസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. ഇനിയിപ്പോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പുതിയത് ഡെവലപ്പ് ന്യൂ വൺ ഫോർ വെൻ നെസസറി. ഇനി നെസസറി ആണെങ്കിൽ മാത്രം പുതിയതായിട്ടൊരു എന്താണ് പോളിസീസോ പ്രൊസീജിയറോ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. ദിസ് മേ ഇൻക്ലൂഡ് establishing a delicate family action team, school ideas, teachers, parents appointed by the parent body. Okay, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം വേണം. സ്കൂൾ ലീഡേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആലോചിച്ചു എന്തെങ്ങനെയാണ്, സ്കൂൾ ലീഡേഴ്സ് ആണ് വേണ്ടത്. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ആക്ഷൻ ടീം വേണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അപ്പൊ അതിലേക്ക് ആരൊക്കെ വേണം, സ്കൂൾ ലീഡേഴ്സ് വേണം, ടീച്ചേഴ്സ് വേണം, പാരന്റ് ബോഡിയിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള പാരന്റ്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓർ യൂസിങ് ആൻ എക്സിസ്റ്റിംഗ് വർക്കിംഗ് ഗ്രൂപ്പ് ദാറ്റ് ഇൻക്ലൂഡ് പാരന്റ്സ് ടു ഡെവലപ്പ് ആൻഡ് കോർഡിനേറ്റ് പാർട്ട്ണർഷിപ്പ് പ്ലാൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. ഈ ഒരു ഗ്രൂപ്പിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിലൂടെ പാരന്റ്സിന് അവരായിട്ട് അവരുടെ പാർട്ട്ണർഷിപ്പ് പ്ലാൻസും ആക്ടിവിറ്റീസും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, എനി സക്സസ്ഫുൾ പാർട്ട്ണർഷിപ്പ് വിൽ ഇൻവോൾവ് പാരന്റ്സ്, caregivers and family in preparation, planning, implementation and review. നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പാരന്റ്സും ഫാമിലീസും എന്ത് ചെയ്താൽ മാത്രമേ, വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുള്ളൂ. എ ഡെഡിക്കേറ്റഡ് ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ഓഫ് ടീച്ചേഴ്സ്, സ്കൂൾ ലീഡേഴ്സ്, അവിടെ വന്നപ്പോൾ ലീഡേഴ്സ് ആയി, ആൻഡ് ദ പാരന്റ്സ് ടു ഡെവലപ്പ് ആൻഡ് കോർഡിനേറ്റ് പാർട്ട്ണർഷിപ്പ് പ്ലാൻസ്. അപ്പൊ നല്ലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ഉണ്ടെങ്കിൽ, ടീച്ചേഴ്സും സ്കൂൾ ലീഡേഴ്സും പാരന്റ്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ടീം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എന്താണ് പാർട്ട്ണർഷിപ്പ് പ്ലാൻസും ആക്ടിവിറ്റീസും ഡെവലപ്പ് ചെയ്യാനും അത് കോർഡിനേറ്റ് ചെയ്യാനും ഏകോപിപ്പിക്കാനും പറ്റും. ആൻഡ് പ്ലാൻസ് ആൻഡ് ആക്ടിവിറ്റീസ് can provide the basic for improving partnership more broadly. എന്നാൽ മാത്രമാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാൻസും ആക്ടിവിറ്റീസ് ഒക്കെ വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷന് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ ആക്ഷൻ ടീമിനെ കുറിച്ച് പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആരുണ്ട്, സ്റ്റുഡൻസ് ലീഡർ ഉണ്ട്. പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് റെപ്രസെന്റേറ്റീവ് ആയിട്ട് പാരന്റ്സ് ഉണ്ട്, ടീച്ചേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ കുട്ടികൾക്ക് മോശം അല്ലെങ്കിൽ കുട്ടികൾക്ക് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു തീരുമാനം ആരും സപ്പോർട്ട് ചെയ്യൂല, പാരന്റ്സും സ്റ്റുഡന്റ് ലീഡേഴ്സും സപ്പോർട്ട് ചെയ്യില്ല. Audit existing arrangements and practice, collect the information on views, experience and wish of the parents, teachers, parents, school leaders and students. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട് ത്രൂ പ്രാക്ടീസ് ആൻഡ് അറേഞ്ച്മെന്റ്സിലൂടെയും അതേപോലെ എക്സ്പീരിയൻസിലൂടെയും. ടീച്ചേഴ്സിന്റെ വിഷും പാരന്റ്സിന്റെയും സ്കൂൾ ലീഡേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും വിഷൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഒരു അറേഞ്ച്മെന്റ്സ്, എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യും. Confirm that the school leaders and parents network endure the concept of partnership, inform the school community. അപ്പൊ ഇവർ തമ്മിലുള്ള നെറ്റ്വർക്ക് ഉറപ്പ് വരുത്താണ്, പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ ഇൻഫോം ചെയ്യാൻ, സ്കൂൾ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇൻഫോം ചെയ്യാണ്. ഡെവലപ്പ് ദ പ്ലാൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ. ഇവര് മൂന്ന് പേര് വെച്ചാൽ ടീച്ചേഴ്സ്, പാരന്റ്സ്,
സ്കൂൾ ലീഡേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് വേണ്ട പാരന്റ്സും കൂടി ഒരുമിച്ചാണ് നമുക്ക് വേണ്ട പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മുടെ ഗോൾ എന്താണെന്ന് സെറ്റ് ചെയ്യുന്നു, എത്ര ടൈമിനുള്ള ടൈംലിനെസ് ആൻഡ് സക്സസ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മുടെ സക്സസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, കീ ഡയമെൻഷൻസ്, ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നെറ്റ്വർക്കിന്റെ കീ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. ഡെവലപ്പ് ദ പ്ലാൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ, സെറ്റിംഗ് ഗോൾസ്, timeliness, success indicators against the key dimensions of the family school partnership framework. ഓക്കെ, നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അറേഞ്ച് ട്രെയിനിങ് ഫോർ ദ ആക്ഷൻ ടീം മെമ്പേഴ്സ്. നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി സ്കൂൾ ആക്ഷൻ ടീമിൽ ആരൊക്കെയുണ്ട് മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്കൂൾ ലീഡേഴ്സ്. ഇവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇംപ്ലിമെന്റ് എഗ്രീഡ് ആക്ടിവിറ്റീസ്. നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അവർക്ക് വേണ്ടി വേണ്ട മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അവർ തന്നെ അറേഞ്ച് ചെയ്തോളും, അത് ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം. ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ഓഫ് പാർട്ണർഷിപ്പ് ആക്ടിവിറ്റി. നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ടീമിന്റെ ആക്ടിവിറ്റീസിന്റെ എഫക്റ്റീവ്നെസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. കണ്ടിന്യൂ ടു ഇംപ്രൂവ് ആൻഡ് കോർഡിനേറ്റ് practice against the key dimensions of the family school partnership framework. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തി അത് നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഇനി പുതിയ എക്സ്പ്ലോർ ഓപ്ഷൻസ് ഫോർ ന്യൂ പാർട്ണർഷിപ്പ്. പുതിയ പാർട്ണർഷിപ്പുകൾ, പുതിയ മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പൊ ഫാമിലി, ഇവിടെ നമ്മൾ ഫാമിലി ആക്ഷൻ ടീമിൽ ആര് മാത്രമേ പറഞ്ഞോളൂ, ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്കൂൾ ലീഡേഴ്സ് മാത്രമേ പറഞ്ഞോളൂ. നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി എന്തായി സോഷ്യലബിൾ ആവാണ്. ഇതെല്ലാം ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ വേണ്ടതാണ്. നമ്മൾ ഇന്നെടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാല്, ഇന്നും കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ എടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാല് എന്താണ്, ഫാമിലി ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആണ്. ഏതൊരു കുട്ടിയുടെ എഡ്യൂക്കേഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് ടീച്ചേഴ്സ് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മാത്രമല്ല, അതേപോലെ ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് ആര്, ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ഫാമിലിയാണ് ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഫാമിലിയാണ് അവർ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ. ആ കുട്ടി എന്ത് കാര്യങ്ങൾ പഠിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ അക്യൂർ ചെയ്യുന്നത്, ഇതെല്ലാം ആ കുട്ടിയുടെ ഫാമിലിയിൽ നിന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ആവട്ടെ, സോഷ്യൽ ഡെവലപ്മെന്റ് ആവട്ടെ, ഫിസിക്കൽ ആവട്ടെ, മെന്റൽ ഡെവലപ്മെന്റ് ആവട്ടെ, എന്തൊരു കാര്യം ആ കുട്ടി അത് അക്യൂർ ചെയ്യുന്ന എവിടെ നിന്നാണ്, ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ട് വേണം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ ലാസ്റ്റ് പോർഷനും കൂടി ഒന്ന് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്, ജസ്റ്റ് റീഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ് ഇത്, ഈ 5th മൊഡ്യൂളിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും. സപ്പോർട്ടിംഗ് സ്ട്രക്ചറും ലാസ്റ്റ് നമ്മുടെ ആക്ഷൻ ടീമിനെ കുറിച്ചിട്ടും ഒന്ന് റീഡ് ചെയ്യട്ടെ എല്ലാവരും. ഓഫ് കോഴ്സ് ഫാൻസി ആണല്ലോ. മറ്റോടെ നമ്മള് PG ഡിപ്ലോമയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, PG മോണ്ടിസോറി ചെയ്തവർക്ക് മാത്രമാണ് മോണ്ടിസോറി ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങളെ പോലത്തെ ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് PG മോണ്ടിസോറി ചെയ്തിരിക്കണം. അതുപോലെ ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഡിപ്ലോമ ആണെങ്കിൽ പറ്റില്ല. ഓക്കെ, നിങ്ങളെ PG മോണ്ടിസോറി ചെയ്തത് കുറെ കുട്ടികളുണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട്. ഇപ്പൊ എന്റെ പരിചയത്തിൽ തന്നെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച കുട്ടികൾ അവർ ഡിഗ്രി ഉണ്ടായിരുന്നു, പക്ഷെ ഡിപ്ലോമയ്ക്ക് ചേർന്നത് എന്തെങ്കിലും കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഡിപ്ലോമയ്ക്ക് ചേർന്നു. പിന്നീട് അവർക്ക് തോന്നി PG വേണമെന്ന് പറഞ്ഞു റീജോയിൻ ചെയ്യുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എടുത്ത തീരുമാനം കറക്റ്റ് ആയിരുന്നു. കാരണം എന്താണ്, PG മോണ്ടിസോറി തന്നെ സെലക്ട് ചെയ്തത്. കാരണം നമ്മൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് രണ്ടിന്റെയും എഫേർട്ട് സെയിം ആണ്. ദെൻ വൈ ഷുഡ് 2 എക്സാം കൂടുതൽ എഴുതാനെന്നല്ലേ ഉള്ളൂ. അത് സിമ്പിൾ. നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടഫാണ് കാര്യങ്ങളാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ സിമ്പിൾ ആണ് സംഭവം. നമ്മൾ ഭയങ്കര ഈ ടെസ്റ്റും ഈ സംഭവമൊക്കെ കാണുന്ന വിചാരിക്കും ഇത്ര പേജ് ആണ്, ഇത് ഭയങ്കര വായിച്ചാൽ കിട്ടുമോ എന്നൊക്കെ. സിമ്പിൾ ആയിട്ട് വായിക്കാം, വായിച്ചാൽ മതി. നല്ല രീതിയിൽ PG വായിച്ചാൽ മതി.
ബാക്കി നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി കാണുന്നത് എത്ര സിമ്പിൾ ആണെന്ന് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മീൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ഇനി ക്ലാസ്സിൽ കയറാത്ത കുട്ടികളാണെങ്കിൽ അവർ എന്തായാലും റെക്കോർഡ് ക്ലാസ് നല്ല രീതിയിൽ കാണാട്ടോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ചാപ്റ്റേഴ്സ് നന്നായിട്ട് റീഡ് ചെയ്യുക, വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. റൈൽവേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. MT6നോടും 7നോടും ആണ്. നല്ല രീതിയിൽ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. 6ഉം 7ലെയും കുട്ടികൾ നല്ല രീതിയിൽ. എന്നായിരിക്കും മിസ് വൈബിൽ സ്റ്റാർട്ട് ചെയ്യാ? അത് അറിഞ്ഞുവിടറാ, എനിക്ക് ഇൻഫർമേഷൻ വന്നിട്ടില്ല. അപ്പൊ അത് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ മാർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മളുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. നമ്മളുടെ ഭാഗത്ത് നിന്ന് ലേറ്റ് ആയി എന്നുള്ളൊരു കംപ്ലൈന്റ് വേണ്ട. അപ്പൊ നമ്മള് വർക്ക് കംപ്ലീറ്റ് എത്രയും പെട്ടെന്ന് ഈ 2 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. സാധാരണ വൈകി ഫസ്റ്റ് മുതൽ 1 to 10 മന്ത്ലി എക്സാം എങ്ങനെയായിരിക്കും? സാധാരണ പോലെ തന്നെയായിരിക്കും. MT6 സ്റ്റുഡൻസിന്റെ മുഴുവൻ കഴിഞ്ഞിട്ടാണോ MT7? അത് രണ്ടും ഒരുമിച്ച് പോവോ? ടൈമാണ്. MT6ഉം 7ഉം അറ്റ് ടൈം തന്നെ വൈബ് ഉണ്ടാവും. തുടങ്ങണ കാര്യല്ലേ ഇപ്പൊ പറഞ്ഞത്? MT6 and 7 ആണ്. MT8 ശ്രദ്ധിക്കേ വേണ്ട. സോറി, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഓക്കെ, ആ ചാപ്റ്റർ റീഡ് ചെയ്ത് കഴിഞ്ഞോ? എളുപ്പമാണ് ചാപ്റ്റർ. ഡിപ്ലോമക്കാർക്ക് വേറെ PGക്കാർക്ക് വേറെ അങ്ങനെയല്ലല്ലോ വൈവേ? ഡിഫറൻസ് ഉണ്ട്. ഞാൻ കാര്യം പറയാം. നമ്മൾ PG ഉള്ള സ്റ്റുഡൻസ് നിങ്ങൾ സെമിനാർ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ സെമിനാർ എടുത്തവരാണെങ്കിൽ ഞാൻ സെമിനാർ റിപ്പോർട്ട് ചെയ്താൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വൈവേ ചെയ്യുമ്പോൾ മിസ്സേ ഞാൻ സെമിനാർ എടുത്തിട്ടുണ്ട്, ഇന്നതായിരുന്നു എന്റെ ടോപ്പിക്, ഞാൻ നിങ്ങളുടെ പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ബുക്കിൽ ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആർക്കൊക്കെയാണ് സെമിനാർ കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ പേര് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് PG ക്ലാസ്സിൽ നിങ്ങൾ എന്തായാലും സെമിനാർ എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിപ്ലോമ ക്ലാസ്സിൽ സെമിനാർ എടുത്തത് നമ്മളത് കൺസിഡർ ചെയ്യില്ല. ഡിപ്ലോമയിലെ സെമിനാറും PGയിലെ സെമിനാറും രണ്ടാണ്. സോ PG സ്റ്റുഡൻസിന് എന്ത് വന്നാലും PG തന്നെയായിരിക്കും സെമിനാർ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പൊ മാക്സിമം എനിക്ക് തോന്നുന്നു സഫിയ സെമിനാർ എടുത്തിട്ടുണ്ടോ PGയില്? ഇല്ല മിസ്സേ. ഓക്കെ, മോന് PGയിൽ സെമിനാർ എടുക്കാനായിട്ട് ഈ യൂണിറ്റ് 2 അടുത്ത ചാപ്റ്ററിൽ സെമിനാറിനുള്ള ടോപ്പിക് വരുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ എടുക്കാം. അല്ലെങ്കിൽ മോൻ വൈവേക്ക് കയറുന്നതിന് മുമ്പായിട്ടൊരു 2 minutes അല്ലെങ്കിൽ വൈവയുടെ സമയത്ത് 2 minutes മോൻ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് അതിനെ കുറിച്ചിട്ട് പറയണം. ഫുൾ സെമിനാർ എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന് അറിയാലോ. ഫുൾ ഇംഗ്ലീഷ് വിഷ് ചെയ്യണം, കാര്യങ്ങൾ പറയണം, കണ്ടന്റ് പറയണം, ഇൻട്രൊഡക്ഷൻ, ബോഡി, അതേപോലെ കൺക്ലൂഷനും, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെമിനാർ മോൻ കണ്ടക്ട് ചെയ്യണം. ലൈവായിട്ട് നമ്മൾ ആ ടൈമിൽ PGക്കാർക്ക് 2 minutes നമ്മൾ അലൗ ചെയ്യുന്നുണ്ട്. ആ ടൈമിനുള്ളിൽ കറക്റ്റ് ആയിട്ട് പറയാം. അല്ലാത്ത പക്ഷം നമ്മളുടെ സമയം ഉണ്ടെങ്കിൽ PG ക്ലാസ്സിൽ നമുക്ക് സെമിനാറിന് അലോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എടുത്തവരാണെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? മനസ്സിലായില്ല. നെക്സ്റ്റ് ക്ലാസ് സെമിനാർ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിന് അങ്ങനെ എടുക്കാൻ പറ്റില്ലടാ. ഞാനിപ്പോ യൂണിറ്റ് 2 ടോപ്പിക് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് സെമിനാർ എന്ന് എടുക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോ നെക്സ്റ്റ് ക്ലാസ് കൂടി കഴിഞ്ഞിട്ടായിരിക്കും എടുക്കാൻ പറ്റുന്നത്. ഞാൻ എന്നാ ടോപ്പിക് ആട്ടെ MT6 7 അടുത്ത മാസം നമുക്ക് എക്സാം ഉണ്ടാവോ ടീച്ചറെ ഇതിന്റെ PGന്റെ? ഓഫ്കോഴ്സ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഫിനിഷ് ആക്കുന്നത് അല്ലേ? അതേടാ, ഇത് കംപ്ലീറ്റ് ആക്കാൻ ഞങ്ങളൊരു എന്താണ് ഞങ്ങൾക്കും ഉണ്ടാവോ എക്സാം? MT8 ഉണ്ടാവോ? MT8 നിങ്ങളുടെ MT8 എക്സാം MT8 നിങ്ങളുടെ ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, നമുക്ക് ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. മിസ് ഫൈനൽ എക്സാമിന് മുന്നേ മോഡൽ എക്സാം കാണുമോ? ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവുമല്ലോ. ഓക്കെ മിസ്. ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. സെമിനാർ ഇപ്പോ ഈ സെമിനാർ ഇടണേല് നമുക്ക് ഓരോരുത്തര് മിസ് പറയല്ലോ, നമുക്ക് എടുക്കണവർക്കൊക്കെ ജോയിൻ പറഞ്ഞൂടെ ക്ലാസ്സിൽ എടുക്കണമെങ്കിൽ ടോപ്പിക്സ്? ക്ലാസ്സിൽ എടുക്കാൻ പറ്റുമോടാ? ഞാനിപ്പോ ടോപ്പിക് തരാണെങ്കിൽ അവർ എടുത്തോട്ടെ സെമിനാർ. അപ്പം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും സെമിനാറിന് ഉള്ളവരെ അലോക്കേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പോർഷൻ തീരുകയാണെങ്കിൽ മേ ബി ഇന്ന് തന്നെ അലോക്കേറ്റ് ചെയ്ത് തരാം. ഓക്കെ,
ഒരു 850 ഒക്കെ ആവുമ്പോൾ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് മാക്സിമം MT6 and 7 കുട്ടികൾ എടുക്കാത്തവര്, പിന്നെ MT8 കുട്ടികൾ. ഓക്കെ, MT6 and 7 എടുക്കാത്ത സെമിനാർ എടുക്കാത്ത കുട്ടികൾ. അടുത്തതാണ് പ്രിഫറൻസ് MT8 കുട്ടികൾക്ക്. MT8 കുട്ടികൾ ചിലപ്പോൾ ഇപ്പൊ സെമിനാർ എടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഒരു 2 മിനിറ്റ്സിനുള്ള സെമിനാർ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വൈവയുടെ സമയത്ത് എന്താണ് സെമിനാർ പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ഫുൾ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യണോ മിസ്? അത് മാർക്ക് ഇടുന്ന നിങ്ങൾക്ക് എങ്ങനെ വേണം? മാർക്ക് കൂടുതൽ വേണോ, പെർഫെക്റ്റ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ കുറച്ച് മാർക്ക് മതിയോ? അല്ല, നമ്മൾ ക്ലാസ്സിലാണ് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മലയാളം യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇംഗ്ലീഷ് തന്നെ മതി. ലൈവ് വൈവയുടെ സമയത്താണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് മതി. ഓരോ ടീച്ചേഴ്സിനും എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചിലപ്പോൾ മലയാളത്തിൽ പറഞ്ഞാലും ഓൺ വേർഡ്സിൽ പറഞ്ഞാലും ചിലപ്പോൾ മാർക്ക് ഇട്ടാല് മറ്റൊരു ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, ദെൻ നമ്മൾ പോകുന്ന നെക്സ്റ്റ് യൂണിറ്റ് ആണ് കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന് 7 ഡയമെൻഷൻസ് ഉണ്ട്. 1 മിനിറ്റ്, എത്ര ഡയമെൻഷൻ ഉണ്ട്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ എത്ര ഡയമെൻഷൻ ഉണ്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ അപ്പൊ തന്നെ റിപ്പീറ്റ്. എത്ര ഡയമെൻഷൻസ് ഉണ്ട്? 7. ആ പേരുകൾ നോക്കി വെക്കുക കേട്ടോ. The family school partnership framework identifies 7 dimensions are guidelines for planning partnership activities. പാർട്ണർഷിപ്പ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ 7 ഡയമെൻഷൻസ് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഏതെല്ലാമാണ് 7 ഡയമെൻഷൻ നോക്കാം. കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ്, നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യണം? എക്സ്ചേഞ്ച് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കണക്റ്റിംഗ് ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. നമ്മളൊരു കണക്ഷൻ വേണം, സ്കൂളും ഹോമും തമ്മിൽ ഒരു കണക്ഷൻ വേണം. എന്തിന്റെ കാര്യത്തിലാ കണക്ഷൻ? ലേണിംഗിന്റെ കാര്യത്തില്. നമ്മുടെ ഇന്ന് കണക്ഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് അറിയാവോ? ഇന്ന് CBSE സ്കൂളിലൊക്കെ എന്തൊക്കെയാണ് പഠിക്കാനുള്ള പോർഷൻ വാട്സപ്പിൽ മെസ്സേജ് വരും ഇല്ലേ? എത്ര അമ്മമാർക്ക് വരുന്നുണ്ട് അങ്ങനെ മെസ്സേജുകൾ? നമ്മള് ഹോംവർക്ക്, സ്റ്റഡി പോർഷൻസ് കാര്യങ്ങളൊക്കെ അവർ എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഒരു ഫാമിലിയും സ്കൂളും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. അവിടെ എന്താണ് പഠിപ്പിച്ചതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആർക്കറിയാം? നമുക്കറിയാം. ആർക്ക്? പാരന്റ്സിനും കൂടി അറിയാൻ പറ്റും. ബിൽഡിംഗ് ഈ കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിഫൈ. നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും അത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. റെക്കഗ്നൈസ് ദ റോൾ ഓഫ് ദ ഫാമിലി. ഫാമിലിയുടെ റോൾ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുകയല്ല, ഫാമിലി അതേപോലെ തന്നെ സ്കൂളും ഒരുമിച്ച് കൺസൾട്ടേറ്റീവ് ആയിട്ട് 2 പേരും കൂടി കൺസൾട്ട് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ. നമ്മുടെ സ്കൂളില് മാത്രമല്ല, നമ്മുടെ ലോക്കൽ ബിസിനസ്, മറ്റ് ആഫ്റ്റർ സ്കൂൾ കെയർ പ്രൊവൈഡേഴ്സ്, ഹയർ എഡ്യൂക്കേഷൻസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കൂൾ റൺ ചെയ്യാം. പാർട്ടിസിപ്പേഷൻ. സ്കൂളിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യും. അപ്പൊ അവരെല്ലാവരെയും നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും പാരന്റ്സിനെയും എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഇത്രയുമാണ് എവിടെ വരുന്നത്? കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ വരുന്ന 7 ഡയമെൻഷൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, കണക്ടിംഗ് ലേണിംഗ് അറ്റ് ഹോംസ് ആൻഡ് സ്കൂൾ, ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി, റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി, കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, കൊളാബറേറ്റിംഗ് ബിയോണ്ട് സ്കൂൾ ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ്. നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ നമ്മളൊരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ? കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് MT6 MT6 7 ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്താന്നുള്ളത് എഴുത്തുകാരൊന്ന് കേട്ടിരിക്കുക. അവിടെ പഠിച്ചിട്ട് വേണമായിരുന്നു ഇവിടെ വരേണ്ടത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നമുക്ക് പഠിക്കാനുണ്ട് ഒരു ചാപ്റ്റർ. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സാധാരണ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? 2-way പ്രോസസ് ആയിരിക്കണം. ആള് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ 1-way പ്രോസസ് ആണ്. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ വേണ്ടത് എങ്ങനെയാണ്? 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ 2-way കമ്മ്യൂണിക്കേഷൻ ആണോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ആണോ? അല്ലെ? PGയിലെ കാര്യം വിട്ടോ,
ഡിപ്ലോമയുടെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു ടോപ്പിക് എടുക്കുന്നു, അത് ഡിസ്കസ് ചെയ്യുന്നു, കാര്യങ്ങൾ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പോകുന്നു. PG എൻ്റർലി ഡിഫറെന്റ് ആണ്. ഇവിടെ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, വൺ മാൻ ഷോ ആണ് ഇത് നടത്തുന്നത്. നിങ്ങൾ സംസാരിക്കാൻ പോലും അലോ ചെയ്യുന്നില്ല അല്ലെ, ഭയങ്കര സ്പീഡിലാണ് ടീച്ചർ പോണത്. അതിപ്പോ ഇവിടെ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഡിപ്ലോമയിൽ എങ്ങനെയാണ് 2 വേ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ശരിക്കും വേണ്ടത് എങ്ങനെയാണ്? 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. പേഴ്സണലി നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും സ്റ്റുഡൻസിനെ. ഫ്രീക്വന്റ്ലി ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. കൾച്ചറലി സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, ദിസ് കീ ഡയമെൻഷൻ അക്വൈൻഡ് ദാറ്റ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നോക്കണം. ഇൻ ആക്റ്റീവ്, പേഴ്സണൽ, ഫ്രീക്വന്റ് ആൻഡ് കൾച്ചറലി സ്യൂട്ടബിൾ. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള, പേഴ്സണൽ ആയിട്ടുള്ള, ഫ്രീക്വന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കൾച്ചറലി സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം ഫാമിലിയും സ്കൂളും തമ്മിൽ. Is whether the school go out of their way to make family feel welcome and value. നമ്മള് സ്കൂൾ എന്ത് ചെയ്യണം? ഫാമിലിനെ വെൽക്കം ചെയ്യണം, അവരെ വാല്യൂ ചെയ്യണം. അവർക്കൊരു വേ ആണ്, അവരെ വെൽക്കം ചെയ്യണം. അവര് വരുമ്പോ അവര് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സ്കൂളിനാണ്. സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിനും സ്കൂളും മറ്റ് സ്റ്റാഫുകൾക്കും ഉണ്ട്. Is a two-way exchange between family and school. ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? 2 വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ഫാമിലിയും സ്കൂളും തമ്മിൽ രണ്ടുപേരും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇൻവോൾവ്സ് നോട്ട് ഓൺലി ആൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബട്ട് ഓൾസോ ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ സ്കൂൾ ഫാമിലീസ് ടു ലേൺ അബൌട്ട് ഈച്ച് അതർ. അപ്പൊ നല്ല രീതിയിൽ അവർക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണം. ഇൻവോൾവ്സ് നോട്ട് ഓൺലി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ മാത്രമല്ല, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. രണ്ടുപേരെയും കുറിച്ച് നല്ല രീതിയിൽ ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഫാമിലിനെ കുറിച്ചിട്ടും അതേപോലെ സ്കൂളിനെ കുറിച്ചിട്ടും കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അലൗ ചെയ്യണം. അപ്പൊ ചില മീറ്റിങ്ങുകൾ, ചില ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഫാമിലീസും സ്കൂളും തമ്മിൽ എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അക്യൂർ ചെയ്യാൻ പറ്റുന്നത്. Makes clear that families are the genuine partners and can help solve big problems. അപ്പൊ നമുക്ക് ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ പറ്റും, ഫാമിലീസ് ജെന്വിൻ പാർട്ട്നേഴ്സ് ആണ്. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ഫാമിലീസ് എന്ന് പറയുന്നത് എന്താണ്? ജെന്വിൻ പാർട്ട്നേഴ്സ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. ആൻഡ് ക്യാൻ ഹെൽപ്പ് സോൾവ് ബിഗ് പ്രോബ്ലംസ്. നമുക്ക് വലിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് അവരുടെ ഹെൽപ്പും കൂടി വാങ്ങിക്കാം, ഫാമിലീസിന്റെ ഹെൽപ്പും കൂടി, അവരുടെ അഭിപ്രായം കൂടി കൺസിഡർ ചെയ്യാം. Build a bridge across cultural and language divides include actively seeking access to the families. നമുക്ക് കൾച്ചറൽ ആയിട്ടും ലാംഗ്വേജിലായിട്ടും ഒരു ഗ്യാപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യാൻ? ബിൽഡ് ചെയ്യുക. എന്നാലേ ഫാമിലീസ് സ്കൂൾ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Need to take into accounts of culture and linguistic diversity and not assume that family communicates in the same way. അപ്പോൾ അവരുടെ നീഡ്സ്, ഫാമിലി മെമ്പേഴ്സിന്റെ നീഡ്സും കാര്യങ്ങളും അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഈസ് ഓപ്പൺ ടു ദ ഫാമിലി നീഡ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. നമ്മൾ അവരെ വെൽക്കം ചെയ്യണം. അവരുടെ നീഡ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അവരുടെ സജഷൻസ് ഒക്കെ പറയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, അത് വെൽക്കം ചെയ്യണം. അക്നോളജസ് ആൻഡ് സെലിബ്രേറ്റ് ദ ഫാമിലി ഇൻപുട്ട്. നമ്മൾ അവരെ അക്നോളജ് ചെയ്യണം, അവരെ ഫാമിലി ഇൻപുട്സ് സെലിബ്രേറ്റ് ചെയ്യുക, അവരെ നമ്മൾ കൂടുതൽ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മൾട്ടി ഡയമെൻഷണൽ ആണ് ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മൾട്ടി ഡയമെൻഷണൽ ആണ്. സാധാരണയായിട്ട് കമ്മ്യൂണിക്കേഷൻ മേ ബി ഫോർമൽ ഉണ്ടാവാം, ഓർ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഓർ ഇൻഫോർമലി. ഹാപ്പൻസ് ഇൻ ഡിഫറെന്റ് പ്ലേസ്. നമ്മൾ സ്കൂളിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല, പുറത്ത് എവിടെയെങ്കിലും നമ്മൾ കാണുമ്പോൾ, ടീച്ചേഴ്സിനെ കാണുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ബോത്ത് ഇൻ എ സ്കൂൾ ആൻഡ് ഇൻ അതർ സ്റ്റേറ്റ്സ്, അതർ സൈറ്റ്സ് സച്ച് ആസ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആൻഡ് എക്സെട്ര. മേ ബി നമ്മൾ സ്കൂളിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല, മറ്റ് കമ്മ്യൂണിറ്റി സെന്റേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. യൂസ് ഡിഫറെന്റ് മെത്തേഡ്സ്. ഓറൽ ആവാം, റിട്ടേൺ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഫേസ് ടു ഫേസ് ഓർ ടെലഫോൺ, ഇമെയിൽ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരന്റ്സിന് ടീച്ചേഴ്സിനോട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ നീഡഡ് ടു ടേക്കൺ, സോറി ടു ബി ടേക്കൺ, അത്രയും മതി. 2 ടു ബി ടേക്കൺ ഉണ്ട്, അത് കട്ട് ചെയ്ത് കളയാം. സീരിയസ്ലി ആൻഡ് മസ്റ്റ് ബി വാല്യൂഡ്, ഐഡന്റിഫൈഡ് ആൻഡ് റിവാർഡ് ബൈ ദ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പൊ ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ, അവരുടെ നീഡ്സ് എന്തൊക്കെയാണ്, സീരിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം, അത് കണ്ടെത്തണം, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു പ്രൊവൈഡ് ദ ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ ലീഡേഴ്സ് വിത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ടു പ്രിപ്പയർ ദം ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് ദ ഫാമിലീസ് ഇൻ അപ്രോച്ചബിൾ മാനർ. അപ്പൊ നമ്മളുടെ ടീച്ചേഴ്സിനെയും നമ്മുടെ സ്കൂൾ ലീഡേഴ്സിനെയും
നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യണം. ടീച്ചിങ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കണം. അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നല്ല രീതിയിൽ വേണം. നമ്മളൊരു ലീഡർ ആയിട്ടാണെങ്കിൽ അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇറ്റ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു എംപവർ ആൻഡ് എൻകറേജ് ഫാമിലീസ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് സ്കൂൾ. അപ്പൊ നല്ല ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഫാമിലീസ്. നല്ല രീതിയിൽ വേണം നമ്മൾ ഫാമിലീസും സ്കൂളും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ആണ്. ഒന്ന് റീഡ് ചെയ്യട്ടാ. ഞാനേ സെമിനാർ ഒന്ന് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് തന്നെ പറ്റിയിരിക്കും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യട്ടെ, കമ്മ്യൂണിക്കേഷൻ ഒന്ന് റീഡ് ചെയ്യേ. ഓക്കെ, സെമിനാർ പറയാം കേട്ടോ. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. സെമിനാർ എടുക്കാത്തവർക്കുള്ള ഏറ്റവും ലാസ്റ്റ്, എന്റെ ക്ലാസ്സിലെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. മാക്സിമം എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു 137 എന്ന് പറയുന്ന പേജ് എടുത്തേ നിങ്ങള് എടുത്തോ എല്ലാവരും? ഈ പോർഷൻ, ഞാൻ ഈ ചാപ്റ്ററിൽ ഇത്രയും വരെയും എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കീ ഡയമെൻഷൻസിന്റെ സ്ട്രാറ്റജീസ്, സജസ്റ്റഡ് സ്ട്രാറ്റജീസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മളത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പോർഷൻ തീർന്നിട്ട് വേണം എടുക്കാൻ. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ, അത് സ്ട്രാറ്റജീസ് ആണ്. എങ്ങനെയൊക്കെ നമുക്ക് ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതിന് ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ആണ്, കുറച്ചുണ്ട്. അപ്പൊ അതാരെടുക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റ് ആരെടുക്കുന്നത്? റീഡ് ചെയ്യാനുള്ളത് കുറച്ച് എങ്ങനെയൊക്കെയാണ്, ദിവ്യ വിജയ്. ഓക്കെ, മോനെ ഏതാണ് MT6 മാം. ദിവ്യ. ഓക്കേടാ മോനെ, ഇപ്പോ വൈവേ ചെയ്യുന്ന സമയത്ത് സെമിനാർ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരുടെ ക്ലാസ്സിലാണെന്നും കൂടി പറയണം കേട്ടോ. ഓക്കെ മാം. അടുത്തത് ഞാൻ ചെയ്യട്ടെ ടീച്ചറെ. ഓക്കെ, സഫിയ അല്ലേ? അതെ. കണക്ടിങ് ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് ഹോം. നെക്സ്റ്റ് മാം ഒന്ന് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി, ഇപ്പം ടെസ്റ്റ് ഇല്ല, അതുകൊണ്ടാ ഞാൻ ചെയ്യാണ്ടായിരുന്നു. ഓക്കെ, ശ്രീലക്ഷ്മി എപ്പോഴാ ടെസ്റ്റ് എന്ത് ചെയ്യും? അല്ല, അത് ഞാൻ ഇപ്പൊ എന്റെ കയ്യിലില്ലാന്നേ ഉള്ളൂ, ഞാൻ എന്റെ കയ്യിൽ ഉണ്ടാവും. ചെറിയ ടോപ്പിക് ആടാ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി സി ആണോ മാം? ഏ സി ആണോ? അത് ABC അല്ലേ? സി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്ന പോയിന്റ് ആരാ ചെയ്യുന്നേ? ഞാൻ ചെയ്യാം. രാധിക അല്ലെ? സി അല്ലേ? അല്ല, ഡി റെക്കഗ്നൈസ് ദ റോൾ ഓഫ് ദ ഫാമിലി. ഡി. ഇ എന്ന് പറയുന്ന പോയിന്റ് റിപ്പീറ്റ് ആണ്. അത് വേണ്ട കേട്ടോ. ഇ എന്ന് പറയുന്ന പോയിന്റ് റിപ്പീറ്റ് ആണ്, അതൊന്ന് വെട്ടിക്കളഞ്ഞേക്ക് കേട്ടോ. റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി തന്നെ റിപ്പീറ്റ് വന്നേക്കാം. കൺസൾട്ടേറ്റീവ് ഡിസിഷൻ ജോളി ചെയ്യോ? ജോളി ഏതാ മാം? ഈ ആടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസൾട്ടേറ്റീവ് ഡിസിഷൻ. ഇപ്പൊ F എന്ന് കിടക്കുന്നത് ഇത് കൺസൾട്ടേറ്റീവ് ഡിസിഷൻ പേജ് നമ്പർ 141. 144. ഡേറ്റ് ഏത് ദിവസമാ? അത് നെക്സ്റ്റ് ക്ലാസ് ആയിരിക്കും. നെക്സ്റ്റ് ഫ്രൈഡേ ഓർ മൺഡേ ആയിരിക്കാം എന്റെ ക്ലാസ്. ഫ്രൈഡേക്ക് പ്രിപ്പയർ ആയിക്കാൻ മതി കേട്ടോ. ടെസ്റ്റിലുള്ളതല്ലാതെ പുറത്തുനിന്നും കുറച്ചുകൂടി പോർഷൻസ് വേണ്ട, നിർബന്ധമില്ല. ഈ ടെസ്റ്റിലുള്ളത് മാത്രം മതി. വായിച്ച് റീഡ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. മാം മൺഡേ PG ക്ലാസ് ഉണ്ടോ മാമിന്? എന്താണ് മൺഡേ PG ക്ലാസ് ഉണ്ടോ?
ബീച്ച് ക്ലാസ് ഉണ്ടാവും, ഇൻഫർമേഷൻ വരും നിങ്ങൾക്കത്. മൺഡേ ഉണ്ടെങ്കിൽ മൺഡേ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രൈഡേ. കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ, അത് ആരാ എടുക്കുക? രാധികയാണോ? പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ എഴുതിയോ രാധികയുടെ പേര്? ഡിയില് രാധികയുടെ എഴുതിയിട്ടുണ്ട്. റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി. നെക്സ്റ്റ് ആരാണ്? കൺസർവേറ്റീവ് ജോളി പറഞ്ഞു. കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ, അതാരാണ്? ശ്യാമല കുമാർ. Then last അല്ലേ, ലാസ്റ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ആരാ ചെയ്യുന്നത്? MT6 ആരെങ്കിലും ഒന്ന് മുന്നോട്ടോ? MT6 or 7? ലിജിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിങ്കി ചെയ്തിട്ടുണ്ടോ സെമിനാർ? യെസ് മാം, ഞാൻ ഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അതാ. വേറെ ആരെങ്കിലും? ആരുമില്ല ഇവിടെ സെമിനാർ എടുക്കാൻ, ആർക്കും താല്പര്യമില്ല. വരാൻ പറയാം, പക്ഷെ പേര് കൊടുക്കണോ? ഞാൻ ചെയ്തു. ജസ്ല എന്താണ്? ജസീല അല്ലേ? ജസ്ലിയ. ഓക്കെ. അപ്പോ സെമിനാറിന്റെ ടോപ്പിക് അന്ന് മാത്രമേ നിങ്ങൾക്ക് ടൈം അലോ ചെയ്യുള്ളൂ. ആ ടൈമിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് മാർക്കിനെ അഫക്ട് ചെയ്യും. കറക്റ്റ് ആയിട്ട് ടൈമിൽ തന്നെ എടുക്കണം കേട്ടോ സെമിനാർ. ഓക്കെ, നമ്മള് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു. കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് പോയിന്റ് ആയിരുന്നു? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു. ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കണക്ടിങ് ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് അറ്റ് ഹോം. എന്ത് വേണം? കണക്ഷൻ വേണം. സ്കൂളും ഹോമും തമ്മിൽ ഒരു കണക്ഷൻ വേണം. ലേണിംഗിന്റെ കാര്യത്തിൽ ഒരു കണക്ഷൻ വേണം. ദിസ് ഈസ് ഡയമെൻഷൻ സെൻട്രേറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഡയമെൻഷൻ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ബൈ ഫാമിലീസ് ആൻഡ് സ്കൂൾ ഫോർ ഓവർലാപ്പ് ബിറ്റ്വീൻ ദ ഹോം ആൻഡ് സ്കൂൾ സറൗണ്ടിങ്. രണ്ടും തമ്മിൽ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കിയൊക്കെ വേണം ഫാമിലിയിലും അതേപോലത്തെ സ്കൂൾ സറൗണ്ടിങ്സ്, ഹോമിലുള്ള സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റണം. The connection between successful partnership, the child learns and include the importance of expectation from both ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ടു ദ ചൈൽഡ് സക്സസ് അറ്റ് സ്കൂൾ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ പാർട്ണർഷിപ്പ് ഉണ്ട്. സോ കുട്ടികൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ലേൺ ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച്, ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് കുട്ടികൾക്ക് സക്സസ് ആവാനായിട്ട് പറ്റും. ഫാമിലി ആൻഡ് സ്കൂൾ വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ലേണിംഗ് ഇൻ ഈച്ച് ചിൽഡ്രൻസ്. അപ്പോൾ സ്കൂളും ടീച്ചേഴ്സും തമ്മിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്? പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, കുട്ടിയുടെ ലേണിംഗിന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. എൻഷുർ ദ ഫാമിലീസ് ആർ ഇൻഫോംഡ് അബൌട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദർ ചൈൽഡ് പ്രോഗ്രസ്. നമ്മൾ കുട്ടികളുടെ ഫാമിലീസിനോട് ഇൻഫോം ചെയ്യുന്നു കുട്ടികളുടെ പ്രോഗ്രസും കാര്യങ്ങളും, അതേപോലെ അവർക്ക് മനസ്സിലാക്കാനും കുട്ടിയുടെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഫാമിലിക്ക് അവസരം കിട്ടും. ഫാമിലീസ് ആൻഡ് സ്കൂൾസ് വാല്യൂ ആൻഡ് യൂസിങ് ദ സ്കിൽസ് ആൻഡ് നോളജ് children bring both from home to the school and from the school to home. നമുക്കറിയാം ഫാമിലീസ് അതേപോലെ തന്നെ സ്കൂള് കുറച്ച് കാര്യങ്ങൾ, സ്കിൽസും കുട്ടികളുടെ സ്കിൽസും നോളജ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ബോത്ത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങളായിരിക്കും സ്കൂളിൽ പെരുമാറുന്നത്, അതേപോലെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും വീട്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിബിറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല യൂസ് ആയിരിക്കണം. അവരുടെ സ്കില്ലും നോളജും നല്ല രീതിയിൽ യൂസ് ചെയ്യണം. നമ്മുടെ സ്റ്റുഡൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കൊളാബറേഷൻ തമ്മിൽ വേണം. കുട്ടികളും സ്കൂളും തമ്മിൽ, ഫാമിലീസും സ്കൂളും തമ്മിൽ വേണം. ഫാമിലീസ് ആൻഡ് സ്കൂൾ ഐഡന്റിഫൈ യൂസിങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഇൻ ഹോം എൻവയോൺമെന്റ്. നമ്മുടെ ഫാമിലീസ് സ്കൂളും ഐഡന്റിഫൈ ചെയ്യുക. കുട്ടിയുടെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, വീട്ടിലിരുന്ന് കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടോ, കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. പാരന്റ്സ് വർക്കിംഗ് വിത്ത് ടീച്ചേഴ്സ് ഇൻ എഡ്യൂക്കേഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഫോർ ദർ ഇൻഡിവിജ്വൽ ചൈൽഡ്. ഒരു ഇൻഡിവിജ്വൽ ചൈൽഡിന്റെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ പാരന്റ്സും ടീച്ചേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്ത് ആ കുട്ടിക്ക് നല്ലതിന് വേണ്ടിയിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കണം. School become a venue and agent for the parent self growth.
കുട്ടി നമ്മള് കുട്ടിയുടെ മാത്രം സെൽഫ് ഗ്രോത്തിനുള്ള ഒരു പ്ലേസ് അല്ല എന്ത് സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ പാരന്റ്സിന്റെയും സെൽഫ് ഗ്രോത്തും അവരുടെ ലേണിങ്ങും അവരുടെ ഡെവലപ്മെന്റിനും കൂടി ഉള്ള ഒരു പ്ലേസ് ആയിട്ട് മാറണം വെന്യൂ. മാതാപിതാക്കൾക്കും കൂടി കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യാനായിട്ട് പഠിക്കാനുള്ള പുതിയ കഴിവ് അവരുടെ കാര്യങ്ങളൊക്കെ ചില നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കുട്ടിയുടെ ഒപ്പം കുട്ടീനെ പഠിപ്പിച്ചാണ് അമ്മ എന്ത് ചെയ്തു, പഠിച്ചു, SSLC എഴുതിയെടുത്തു എന്നൊക്കെ. അമ്മയും കുട്ടിയും ഒരുമിച്ച് ഒരു സെയിം ഇയറിൽ തന്നെ SSLC ക്ലിയർ ചെയ്തു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ന്യൂസ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളും മഞ്ജു വാര്യരുടെ ഇല്ലല്ലോ, അത് റിയൽ ഇൻസിഡന്റ് ആണ്, സിനിമയല്ലടാ. സിനിമയിലുണ്ടെന്ന് തോന്നണം. ഓക്കെ, അപ്പൊ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അമ്മ എഴുതുന്നു, SSLC എഴുതുന്നു, അതേപോലെ തന്നെ മോളാണോ മോനാണോ എന്ന് പറഞ്ഞോടാ അവര് എഴുതുന്നു. ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരുന്ന് എക്സാം എഴുതി എന്നൊക്കെ പറഞ്ഞ ന്യൂസ് പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പാരന്റ്സിനും സെൽഫ് ഗ്രോത്തിനുള്ള ഒരു പ്ലേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, പുതിയ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലേസ് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിഫൈ. This key dimension emphasizes the activity that improve the quality of the life in the community while honoring the culture, tradition, value, relationship in this community. നമ്മൾ നല്ലൊരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ള കൾച്ചറും ട്രഡീഷൻസും വാല്യൂസും റിലേഷൻഷിപ്പും കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. By including the activities that shapes the student's sense of identity and culture, school can build the sense of community in each children. നമുക്ക് ആ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, സൊസൈറ്റിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ സെൻസ് ഒക്കെ നമുക്ക് കുട്ടികളെ ചെറുപ്പത്തിലേ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. The work of the school includes aspect of social, emotional, moral and spiritual growth of the young people. നമ്മുടെ കുട്ടികളുടെ സോഷ്യൽ ആവട്ടെ, ഇമോഷണൽ ആവട്ടെ, മോറൽ, സ്പിരിച്വൽ ഗ്രോത്തിന് നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്, സ്കൂളുകൾ വഹിക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ സ്കൂളുകൾ വർക്ക് ചെയ്താലാണ് നല്ല സോഷ്യലബിൾ ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. School have a role to play in promoting both personal growth and cultural renewals. നല്ല രീതിയിൽ നല്ല രീതിയിൽ കുട്ടികൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ സാംസ്കാരികമായിട്ടും നവീകരണമായിട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പരിപോഷിപ്പിക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അവരെന്ത് ചെയ്യുള്ളൂ, വളർന്നു വരുള്ളൂ. സ്കൂൾ ക്യാൻ ആക്ട് ആസ് എ focal point for the community to come together and engage in capacity building. നമ്മൾ നല്ല രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് നല്ലൊരു തലമുറയെ നമ്മൾ എന്ത് ചെയ്യണം, വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ കമ്മ്യൂണിറ്റിക്ക് സ്കൂളിലുണ്ട്. ഓക്കെ, ഇത്രയൊന്ന് വായിച്ചേ. സി വരെ ഒന്ന് വായിച്ചേ. പോയിന്റ്സ് എയും ബിയും സിയും ഒന്ന് വായിച്ചേ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് തന്നെ സെമിനാർ നോക്കിക്കോട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരും സെമിനാർ നോക്കിയിട്ട് വരാട്ടോ. നെക്സ്റ്റ് ക്ലാസ് എന്നായിരിക്കും മാം? അതല്ല, ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. എന്തായാലും നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾക്കായിരിക്കും ഇൻഫർമേഷൻ ഫസ്റ്റ് പാസ് ചെയ്യുന്നത്. എന്തായാലും അത് ഇൻഫർമേഷൻ എന്തായാലും പാസ് ചെയ്യും. ഇവിടുന്ന് ഇൻഫോം ചെയ്യുന്നില്ല എന്നാണ് നെക്സ്റ്റ് ക്ലാസ് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. നാളെ ഈവനിങ് ക്ലാസ് വെച്ചിട്ടുണ്ടോ? അപ്പം നൈറ്റ് ഉണ്ടാവോ? ആരാണ് നാളെ ഈവനിങ് ക്ലാസ് വെച്ചേ? അശ്വതി ടീച്ചറാണോ? അതെ. ഓക്കെ, അപ്പൊ നൈറ്റ് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. നാളെ ഈവനിങ് എപ്പോഴോ വെച്ചിരിക്കുന്നത്? എത്ര ടൈം? 3 to 4:30 ആണോ? 3 to 4:30. ഓക്കെ, ആ ടൈമിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണോ? ടൈമില് അല്ല മാം, ഞാൻ ചോദിച്ചോളൂ, ജസ്റ്റ് ചോദിച്ചോളൂ കേട്ടോ. അതൊന്ന് വായിച്ചു നോക്ക് കേട്ടോ. ബിയും സിയും ഒന്ന് പോയിന്റ്സ് ഒന്ന് നല്ല രീതിയിൽ റീഡ് ചെയ്യേ.
ഓക്കെ, ഞാൻ നെക്സ്റ്റ് പോയിന്റ് എടുക്കണ്ടല്ല, കൂടി പോവില്ലേ? കൂടി പോവോ നെക്സ്റ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാല്? ആരൊന്നും ഇല്ലാത്ത വേണ്ട, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ഫാമിലി മുതൽ പാർട്ടിസിപ്പേഷൻ വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ.